കുഴപ്പമില്ല. എടുത്തോ ടീച്ചറെ നാളെ പട്ടുപാവാട ഇട്ട് വരട്ടെ. രാവിലെ 10 മണിക്കാണ് കൈനീട്ടം. കറക്ക് കിട്ടിയവരൊക്കെ സാധനങ്ങളുമായിട്ട് നേരത്തെ വരണം. ടീച്ചർ 9 മണിക്ക് എത്തി കുഴപ്പമുണ്ടോ? ഈ ഒന്ന് പറഞ്ഞ സമയത്തൊന്ന് എത്തിയോ? കൈനീട്ടൊക്കെ തരൂ ടീച്ചറെ. നീ എന്താ ഇഞ്ചി അടിച്ച് കുറയുന്ന പോലെ ഇരിക്കണേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ കയ്യിൽ കൃഷ്ണനൊന്നുമില്ല. ഞാൻ നാളെ ഇവിടുന്ന് കൃഷ്ണനെ കൊണ്ടുവരുവാ. ഇല്ലെങ്കിൽ കൊണ്ടോണ്ട, പ്രശ്നം തീർന്നില്ലേ? അത് ശരിയാവില്ല. കുട്ടികളുടെ ഒക്കെ മുന്നിൽ ആകെ നാറും. അവളാണ് ഉള്ളിലേക്ക് എടുത്തിട്ടാ വരിക. അവളോ? ആര്? അന്റെ വീട്ടില് കൃഷ്ണനുണ്ടോ? കൃഷ്ണല്ല, ഗണപതി ഉണ്ട്. ഗണപതി ഇറങ്ങി കണിക്ക് വെക്കട പൊട്ടാ. എന്നാ പിന്നെ ജോസേട്ടന്റെ കടയിൽ പോയി വാങ്ങാം. മിക്കവാറും ഉള്ളിക പൊട്ടിക്കേണ്ടി വരും. വേറെ വഴിയില്ല. അല്ല, അണക്ക് നടക്കൊന്നും കിട്ടിയില്ലല്ലോ. പിന്നെന്തിനാ കണിക്കുന്നൊക്കെ പറിക്കണേ? ആർക്ക്? ആ കിങ്ങിണിക്ക് ഒക്കെ നറുക്ക് വീണ കൊന്നേടാ. പുല്ലേ, ഇവിടെ സ്വന്തം കൂട്ടുകാരൻ കിട്ടിയ നറുക്കം പിടിച്ച് മേപ്പോട്ട് നോക്കിക്ക. അപ്പോഴവന് കിങ്ങിണിക്കും കിക്കിടിക്കും അവൻ കൊന്ന പറിക്കാൻ പോണ്. ഡിലീലേ വാ പോവാ. എന്നത്തോടെ സ്കൂൾ കൂട്ടിയില്ലേ? ഇല്ല, നാളെ കൈനീട്ടം കൂടി ഉണ്ട്. ഉണ്ടിപ്പെട്ടിയുണ്ടോ? അമ്മ ഇതിപ്പോ നിന്നെ പൊട്ടിച്ച്. എനിക്ക് നാളെ സ്കൂളിലേക്ക് കുറച്ച് കാശിന്റെ ആവശ്യമുണ്ട്. എന്റെ അച്ഛനോട് പോയി ചോദിച്ചു. ചാട് ചാട്, ഒന്നോട് ചാടി, ഒന്നോട് ചാടി. ആ അതിന്റെ മോ ഇങ്ങനെ വരണേ. അച്ഛാ, എനിക്ക് നാളെ കുറച്ച് കാശ് വേണമായിരുന്നു. കാശോ? അവനെ കാശ് അച്ഛൻ്റെ ഞാനെന്താ എന്തേ? കൃഷ്ണനല്ല, കൃഷ്ണന്റെ ചക്കാംശനെ വരെ മുമ്പിലെത്തിച്ചേര്. കുട്ടികളുടെ ആകെ നാറും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കൃഷ്ണന്റെ വേഷം കിട്ടി എന്റെ കൂടെ വന്നാലോ? ഒന്ന് പോടാ, വല്ല വഴിയുണ്ട് നീ പറ. ഞാനൊരു ഐഡിയ പറയട്ടെ. പറ. നമുക്ക് ആദ്യം ജോസേട്ടന്റെ കടയിൽ പോവാം. അവിടെ കുറെ പ്രതിമകൾ ഇരിക്കുന്നുണ്ട്. ജോസേട്ടന്റെ ശ്രദ്ധ മാറുന്ന സമയം നോക്കി നമുക്ക് മെല്ലെ കടയുടെ പിന്നിലേക്ക് പോവാം.
അവിടെ രാമേട്ട ഇരിക്കുന്നുണ്ടാവും. രാമേട്ടനെ നോക്കി നമ്മൾ ചിരിക്കും. രാമേട്ടൻ നമുക്ക് പൊട്ടിയ കൃഷ്ണന്റെ കഷ്ണങ്ങൾ തരും. സന്തോഷത്തോടെ നമ്മളത് വാങ്ങും. അടുത്തത് രമണേച്ചി. പൊട്ടിയ കഷ്ണങ്ങൾ രമണേച്ചിക്ക് കൊടുക്കുന്നു. രമണേച്ചി നമുക്കത് ഭംഗിയായി പൊതിഞ്ഞു തരും. അതുമായി നമ്മൾ നേരെ സ്കൂളിലേക്ക്. എന്നാ കളി ഒരുക്കാം അല്ലേ? അയ്യോ കരയ സരിയാട്ടോ. നമുക്ക് പുതുവരണം വാങ്ങിക്കാം. കിങ്ങിണി പോയിട്ടൊരു കൃഷ്ണ വാങ്ങിച്ചിട്ട് വരും. ഇതാ പൈസ. ഈ കൊള്ളാലടി, അണക്കെവിടെ ഇത്രയൊക്കെ ബുദ്ധി? അതൊക്കെ പിന്നെ പറയാം. പിന്നെ ഒരു കാര്യം, കൃഷ്ണന്റെ അച്ഛനല്ല കംസൻ, മാമനാ. കൃഷ്ണന്റെ പൊട്ടിയ കഷ്ണങ്ങൾ ഉണ്ടാവോ? അവിടെ എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും. ഇതെന്തിനോ പൊട്ടിയ കഷ്ണങ്ങളൊക്കെ? അത് സ്കൂളില് കണിവെക്കാൻ വേണ്ടി. ചേച്ചി അതൊന്ന് പൊതിഞ്ഞിരോ? നേരത്തെ വരാൻ പറഞ്ഞിട്ട് ഇപ്പഴാ പറഞ്ഞേ? സുമ എന്താ വൈകിയേ? എന്നാ കണി ഒരുക്കാം അല്ലേ?
ശ്ശേ. ഏതറവൻ അറിയില്ലവനെ ഞാൻ ആദ്യമായിട്ട് വന്നു. പുറത്തു പോയി കളിക്കും മക്കളെ. ഇനി നമുക്ക് കൃഷ്ണനെ വെക്കാല്ലേ? ഇങ്ങോട്ട് തരൂ. ആദ്യത്തെ പ്ലാൻ പൊളിഞ്ഞ വേറൊരു പ്ലാൻ. കരയല്ലേ പോട്രാ. എന്റെ കൃഷ്ണൻ പോയേ. പോട്രാ എല്ലാം വിദ്യാടാ. എണീക്കടാ. എന്താടാ? നല്ല ഭംഗിയുള്ള കൃഷ്ണനാണല്ലോ. ഇതെങ്ങനെടാ? അറിയില്ല ഇതെങ്ങനെ വന്ന്. എനിക്കൊരു ഐഡിയ ഇല്ല. ആ ചെക്കൻ എവിടെ? എല്ലാവരും പടക്കം പൊട്ടിക്കുമ്പോ ഒന്ന് ശ്രദ്ധിക്കുക. വിഷുവൊക്കെ എല്ലാരും നന്നായി ആഘോഷിക്കുക. അപ്പൊ നമുക്ക് സ്കൂൾ വന്നിട്ട് കാണാം. എന്നാലും കൃഷ്ണൻ നമ്മുടെ മുന്നിൽ വന്നിട്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോടാ. കൃഷ്ണ അങ്ങനെയാടാ, നല്ല കുട്ടികളുടെ മുമ്പിൽ വേഷം മാറി വരും. ഈ കേട്ടിട്ടില്ലേ കൃഷ്ണന്റെ ലീല? ഓ അതല്ലേ കൃഷ്ണൻ ലീല. എന്നാലും എന്റെ കൃഷ്ണ ഇതെന്ത് പൊട്ടി വെക്കണേ? ഇതാ കുട്ടിയൊക്കെയാണ് സ്കൂളിൽ എന്തോ കണി വെക്കിയ പരിപാടിക്ക് എന്തിനോ ആണ്. ഈ പൊട്ടി വെച്ചിട്ടാ ഒരു കാര്യം ചെയ്യും. ഇതാണ് പാക്കതോ? ആ ശരി കുട്ടികളെ കാര്യല്ലേ. ആയിക്കോട്ടെ.